ഹായ് ഹലോ 10ാം ക്ലാസ്സുകാരെ നിങ്ങളെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ അനാലിസിസിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ് ടീച്ചർ ചെയ്യുന്നത്. പാർട്ട് 1 പാർട്ട് 2 നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആൻസേഴ്സ് നമ്മൾ 2 വീഡിയോകൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തു. നിങ്ങൾ പലരും കണ്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ റിവിഷനിലേക്ക് വന്നില്ല അല്ലേ? വരണം. റിവിഷൻ നമ്മുടെ കൂട്ടത്തിൽ നിങ്ങൾ കണ്ടുപോകണം. അപ്പം ഇന്ന് നമ്മൾ ആൻസേഴ്സാണ് പറയുന്നത്. അപ്പം ആദ്യത്തെ 2 ക്ലാസ്സുകൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ കണ്ടത്. ഇന്ന് നമുക്കതിൻ്റെയൊക്കെ ആൻസർ കാണാം. എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടതെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കോണം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഒരിക്കലും നമ്മൾ ആൻസർ കൂടുതൽ എഴുതേണ്ട ആവശ്യമില്ല, എന്നാൽ കുറഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ ടീച്ചർ എങ്ങനെയാണോ ഈ ആൻസർ തയ്യാറാക്കിയിരിക്കുന്നത് ഇതേ രീതിയിൽ വേണം നിങ്ങളുടെ എക്സാമിനും ആൻസർ എഴുതാൻ. അപ്പോൾ നമ്മുടെ സ്കോറാണ് നമ്മൾ നോക്കേണ്ടത്. ആൻസറിൻ്റെ അതിൻ്റെ ലെങ്ത് തീരുമാനിക്കുന്നത് സ്കോറാണ്. ഇപ്പോൾ ചെറിയ സ്കോറാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ആൻസർ എഴുതുക. സ്കോർ കൂടുന്നതനുസരിച്ച് നമ്മൾ ആൻസറും ലെങ്ത് കൂട്ടണം. ഓക്കെ, അപ്പോൾ ടീച്ചർ അതിൻ്റെ ഒരു മോഡലാണ് തന്നിരിക്കുന്നത്. ഈ മോഡൽ പോലെ തന്നെ വേണം നിങ്ങൾ എഴുതാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഏത് ക്ലൗഡാണ് ഡാർക്ക് എന്ന് ചോദിച്ചിരുന്നു, നിംബസ് അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരുന്നത്, ഈ തന്നിരിക്കുന്ന കുറച്ച് ഓതേഴ്സും അവരുടെ ബുക്സും അതിലേതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരുന്നത്. അത് ചോസറിൻ്റെയാണ് കാൻറ്റർബറി ടെയിൽസ്. അത് മാത്രമേ അവിടെ കറക്റ്റ് ഉള്ളൂ. അടുത്തത് ഇൻകറക്റ്റ് ഏതാണെന്നായിരുന്നു ചോദ്യം. ക്ലർജി ഒരിക്കലും കോമൺ പെസൻസിനെ ടിത്ത് എന്ന് പറയുന്ന ഒരു ടാക്സ് കൊടുക്കുന്നില്ല അല്ലേ. ക്ലർജി ഒരിക്കലും ടാക്സ് കൊടുക്കുന്നില്ല. ദേ വിർ എക്സെംപ്റ്റഡ് ഫ്രം ഓൾ ടൈപ്പ് ഓഫ് ടാക്സ്. അപ്പോൾ അതുകൊണ്ട് അതാണ് തെറ്റ്. അപ്പോൾ തെറ്റായിട്ടുള്ളതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തത് നോർത്ത് ഇന്ത്യയിൽ കാണുന്ന ഒരു ഹോട്ട് വിൻഡ് ഏതാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ലൂ. നമുക്കറിയാം ലൂ ആണ് ആ ഹോട്ട് വിൻഡ്, ഒരു ലോക്കൽ വിൻഡാണ്. അടുത്തത് എല്ലാ പണികളും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കേണ്ട ഗ്രൂപ്പ് ഏതായിരുന്നു. തേർഡ് എസ്റ്റേറ്റ് ആണല്ലോ എല്ലാ പണിയും ചെയ്യേണ്ടിയിരുന്നത്. അവർ ബ്രിഡ്ജും റോഡും ഒക്കെ ഫ്രീ ആയിട്ട് പണിത് കൊടുക്കണമായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 6th ക്വസ്റ്റ്യൻ എന്തായിരുന്നു. 6th ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് പ്രിൻസ്. ഈ പ്രിൻസ് എന്ന് പറയുന്ന മാക്യുവെല്ലിയുടെ പ്രിൻസ് എന്ന് പറയുന്ന ആ ബുക്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ദ അഡ്മിനിസ്ട്രേറ്റർ ഷുഡ് റിമെയിൻ ഇമ്പാർഷ്യൽ. സെക്കൻഡ് വൺ, ഹീ ഷുഡ് അവോയ്ഡ് ഫേവറേറ്റിസം. അപ്പോൾ അന്ന് കാലത്ത് ഇല്ലാതിരുന്ന 2 പ്രത്യേകതകളാണ് ഈ പ്രിൻസ് എന്ന് പറയുന്ന ആ ഒരു ബുക്കിനകത്ത് മാക്യുവെല്ലി പറയുക. ഇമ്പാർഷ്യലായിരിക്കണം, ഫേവറേറ്റിസം ഉണ്ടാകാൻ പാടില്ല. അടുത്തത് വെതർ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെതർ ആൻഡ് ക്ലൈമറ്റ്. വെതർ എന്താണ്? അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി ആൻഡ് പെർസിപ്പിറ്റേഷൻ ഫോർ എ ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം. അതാണ് ഷോർട്ടർ. ബട്ട് വാട്ട് ഈസ് ക്ലൈമറ്റ്? ദ ആവറേജ് വെതർ കണ്ടീഷൻ എക്സ്പീരിയൻസ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ഓവർ എ ലാർജർ ഏരിയ. ഒരു ലാർജ് ഏരിയയിൽ ലോങ് പീരീഡിലേക്ക് വരുന്ന വെതർ കണ്ടീഷൻസ് ആണ്. എത്രയാണ് ലോങ് പീരീഡ്? 35 to 40 years. 35 തൊട്ട് 40 വർഷം വരെ ഒരു സ്ഥലത്തിൻ്റെ ഒരു ലാർജ് ഏരിയയുടെ വെതർ കണ്ടീഷൻസ് പഠിച്ചിട്ട് അതിൻ്റെ ആവറേജ് പറയുന്നതാണ് ക്ലൈമറ്റ്. ഓക്കെ, അടുത്തത് 8th ക്വസ്റ്റ്യൻ എന്തായിരുന്നു. 2 ഹിൻഡ് തന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് അത് ഏത് ബുക്കാണ്, ആരാണ് അത് എഴുതിയത്. ഒന്നാമത്തെ ഹിൻഡ് സ്വർഗത്തിലും നരകത്തിലും ഒക്കെ പോയതായിട്ട്, എപ്പിഗേറ്ററിലൊക്കെ പോയതായിട്ട് പറയുന്നു. അതുപോലെ തന്നെ വർക്ക് റിഫ്ലക്റ്റ് ഹ്യൂമൻ ഇമോഷൻസ്, പേട്രിയോട്ടിസം ആൻഡ് ലോങ്ങിങ് ഫോർ യൂണിഫൈഡ് ഇറ്റലി. ഈ 2 ഹിൻഡുകളും കറക്റ്റ് ആകുന്നത് ഡാൻറ്റെയുടെ ഡിവൈൻ കോമഡിയാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഡാൻറ്റെ ഡിവൈൻ കോമഡി. 2 വേർഡ്സ് മാത്രമേ ഉള്ളൂ, 2 മാർക്ക് കിട്ടും. ദെൻ ഇക്വറ്റോറിയൽ ഏരിയയിൽ കൺവെക്ഷണൽ റെയിൻഫോൾ കോമൺ ആണ്. എന്തുകൊണ്ട്? 2 റീസൺസ് ആണ്. ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ റേറ്റ് ഓഫ് ഇവാപ്രേഷൻ അല്ലേ. ഉച്ച കഴിഞ്ഞ് പെയ്യുന്ന മഴയാണല്ലോ കൺവെക്ഷണൽ റെയിൻഫോൾ. അത് ഇക്വറ്റോറിയൽ ഏരിയയിൽ വരാൻ കാരണം ഇക്വറ്റോറിയൽ ഏരിയയിലെ ഹൈ ടെമ്പറേച്ചറും ഹൈ റേറ്റ് ഓഫ് ഇവാപ്രേഷനും. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ, കൺവെക്ഷണൽ റെയിൻഫോൾ ഇത് ആൻസറിൻ്റെ നമ്പർ മാറിപ്പോയോ? ഓക്കെ, നമ്പർ മാറിപ്പോയി കേട്ടോ, സോറി. അപ്പോൾ ഇത് 9th ക്വസ്റ്റ്യൻ്റെ 9th എന്ന് ടീച്ചർ ഇട്ടിരിക്കുന്നത് 10th ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്.
ബാസ്റ്റീൽ പ്രിസൻ്റെ അബോളിഷന് ശേഷം ഫ്രഞ്ച് നാഷണൽ അസംബ്ലി കൊണ്ടുവന്ന റീഫോംസ് ഏതൊക്കെയായിരുന്നു? അതാണ് 9. ക്വസ്റ്റ്യൻ നമ്പർ ഇച്ചിരി മാറിപ്പോയി, സോറി. എന്തൊക്കെയാണ്? ദേ ടേക്ക് അവേ ദ സ്പെഷ്യൽ പവേഴ്സ് വെസ്റ്റഡ് ഓൺ ക്ലർജി. ക്ലർജിക്ക് ഉണ്ടായിരുന്ന സ്പെഷ്യൽ പവേഴ്സ് എല്ലാം അവരെന്ത് ചെയ്തു? അത് അബോളിഷ് ചെയ്തു. ദെൻ ദേ ക്യാൻസലേഷൻ ഓഫ് അഡീഷണൽ ടാക്സസ്. ദിസ് നാഷണൽ അസംബ്ലി ക്യാൻസൽഡ് all additional taxes. Okay, then 11th question. Several factors led to the economic crisis in the 18th century France. Explain. Decrease in agricultural production, decline in livestock and unemployment of artisans. Artisans എങ്ങനെയാണ് അൺഎംപ്ലോയിഡ് ആയത്? അവിടെ ബ്രിട്ടീഷ് പ്രോഡക്റ്റ് അവിടോട്ട് വന്നു ഫ്രാൻസിലേക്ക്. അതുകൊണ്ട് ഫ്രാൻസിലെ ആൾക്കാരുടെ ആർട്ടിസാൻസിൻ്റെ പ്രോഡക്റ്റിനൊന്നും ഡിമാൻഡ് ഇല്ലാതെ പോയി. സോ ദേ ബിക്കം അൺഎംപ്ലോയിഡ്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് അവിടെ കുറഞ്ഞു, അഗ്രികൾച്ചർ കുറഞ്ഞു. ഈ 3 കാരണങ്ങളാണ് ഇക്കണോമിക് ക്രൈസിസിൻ്റെ കാരണം. ഓക്കെ, ദെൻ 12th question. The printing press had a significant influence on Renaissance society. How? Printing played a significant role in popularizing literature. ലിറ്ററേച്ചർ വളരെ പോപ്പുലറൈസ് ആയി, ആളുകൾ കൂടുതലും പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. ഡിസമിനേഷൻ ഓഫ് പ്രോഗ്രസ് ഇൻ ലിറ്ററസി, ദെൻ പ്രിൻറ്റിങ്. അത് നിങ്ങൾ 12th ക്വസ്റ്റ്യൻ്റെ ആൻസർ. പ്രിൻറ്റിങ് നമ്മുടെ ഹ്യൂമനിസം എന്നുള്ള ചാപ്റ്ററിലെടുത്ത് ഒന്നുകൂടെ ഒന്ന് നോക്കുക. അതിൻ്റെ പോയിൻറ്റ്സ് കുറച്ചുകൂടി കൃത്യമായിട്ട് പഠിക്കുക, അല്ലേ? അടുത്ത ദിവസം ടീച്ചർ അതൊന്നുകൂടി പറയുന്നതായിരിക്കും. ദെൻ പിന്നെ 15th ക്വസ്റ്റ്യൻ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 15th ക്വസ്റ്റ്യൻ. ബോർബോണിക് പ്ലേഗ് ലെഡ് ടു എ മേജർ സോഷ്യൽ ആൻഡ് ഇൻ്റലക്ച്വൽ ചേഞ്ചസ് ഇൻ യൂറോപ്പ്. എക്സ്പ്ലെയിൻ. ബോർബോണിക് പ്ലെയിൻ അല്ലെ, ബ്ലാക്ക് ഡെത്ത് എന്നൊക്കെ പറയുന്ന ആ സംഭവം യൂറോപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്? ബോർബോണിക് പ്ലെയിൻ വിച്ച് ഈസ് ഇറപ്റ്റഡ് ദ 14th century severely affected the Italian cities. This catastrophic event known as Black Death claimed the lives of thousands and resulted in shortage of labor. ഇഷ്ടംപോലെ ആളുകൾ മരണപ്പെട്ടു പോയി. അതുകൊണ്ട് വർക്കിംഗ് ഫോഴ്സ് കുറഞ്ഞു, ഷോർട്ടേജ് ഇൻ ലേബർ. ഡിക്ലൈൻ ഓഫ് മിഡീവിയൽ ഫ്യൂഡലിസം തകർന്നു. എമർജൻസ് ഓഫ് എ ന്യൂ കൊമേഴ്സ്യൽ മിഡിൽ ക്ലാസ് ഉയർന്നു വന്നു. പീപ്പിൾ കണ്ടംപ്ലേറ്റ് ദ ഫീലിംഗ്സ് നേച്ചർ ലൈക്ക് സീക്ക് വെൽനസ് ആൻഡ് ഫോക്കസ് ഓൺ ദെയർ ഓൺ വെൽബീയിങ്. ആളുകൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി, അവരുടെ വെൽനസ്സിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എമർജൻസ് ഓഫ് ഹ്യൂമനിസം എമർജ് ചെയ്തു. ഓക്കെ, ഇത് ഒരു ലോങ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇത്രയും പോയിന്റ്സ് എങ്കിലും നമ്മൾ എഴുതിയിരിക്കണം. അടുത്ത മൗണ്ടൻ ബ്രീസും വാലി ബ്രീസും തമ്മിലുള്ള കമ്പാരിസൺ. മൗണ്ടൻ ബ്രീസ് ഡ്യൂറിങ് നൈറ്റ്, വാലി ബ്രീസ് ഡ്യൂറിങ് ഡേ ടൈം. മൗണ്ടൻ ബ്രീസ് എങ്ങനെയാണ് ഉണ്ടാവുക? ഡ്യൂറിങ് നൈറ്റ് എയർ അലോങ് ദ മൗണ്ടൻ സ്ലോപ്സ് കൂൾസ്. വെയിറ്റ് ഓഫ് ദി എയർ ഇൻക്രീസസ് ആൻഡ് ഇറ്റ് മൂവ്സ് ഡൗൺ. വെയിറ്റ് കൂടുമ്പോൾ അത് താഴേക്ക് വരുന്നു. ഓക്കെ, വിൻഡ് ഫ്രം മൗണ്ടൻ ടു വാലി. മൗണ്ടനിൽ നിന്നും വാലിയിലേക്ക് വരുന്ന വിൻഡിനെയാണ് മൗണ്ടൻ ബ്രീസ് എന്ന് പറയുക. ദെൻ വാട്ട് ഈസ് ദിസ് വാലി ബ്രീസ്? ഡ്യൂറിങ് ഡേ ടൈം ദർ ഈസ് ഹൈ ടെമ്പറേച്ചർ ഇൻ ദ വാലി. സോ വാട്ട് ഹാപ്പൻ? ദ എയർ ഇൻ ദ വാലി ഹീറ്റഡ് ആൻഡ് എക്സ്പാൻഡ് ആൻഡ് റൈസസ് അപ്പ് എലോങ് ദ മൗണ്ടൻ സ്ലോപ്പ്. വാലിയിലുള്ള എയർ ഹീറ്റ് കൊണ്ട് ചൂടായി അത് എക്സ്പാൻഡ് ചെയ്ത് മൗണ്ടൻ്റെ സ്ലോപ്പിലൂടെ മുകളിലേക്ക് പോകുന്നു. അങ്ങനെ വിൻഡ് ബ്ലോ അപ്പ് സ്ലോപ്പ് ഫ്രം വാലിയിൽ നിന്നും സ്ലോപ്പിലൂടെ മുകളിലോട്ട് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? വാലി ബ്രീസ്. ഒരു ബ്രീസ് എവിടെയാണോ തുടങ്ങുന്നത് ആ പേരാണ് കൊടുക്കുക. മൗണ്ടനിൽ തുടങ്ങുന്നത് മൗണ്ടൻ ബ്രീസ്, വാലിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വാലി ബ്രീസ്. ഓക്കെ, ദെൻ 14th എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ടെമ്പറേച്ചർ, ആൾട്ടിറ്റ്യൂഡ്, ഹ്യൂമിഡിറ്റി. ദെൻ മാച്ച് ചെയ്യാനുള്ളത് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അനിമോമീറ്റർ, ഹൈഡ്രോമീറ്റർ, വിൻഡ് വെയിൻ ആൻഡ് തെർമോമീറ്റർ. ഓക്കെ, ദെൻ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഇതൊരു ലോങ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ചെറിയ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്. കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, റേഡിയേഷൻ. വാട്ട് ഈസ് കണ്ടക്ഷൻ? ബൈ കോണ്ടാക്ട്. ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കോണ്ടാക്ട്. കൺവെക്ഷൻ, ഹീറ്റഡ് എയർ എക്സ്പാൻഡ് ആൻഡ് റൈസ് അപ്പ്, അല്ലേ? ഇത് ഓടി നടന്ന് ഒരു ഹീറ്റായ എയർ മറ്റ് എയറുകളിലേക്ക് നടന്നു മുകളിലോട്ട് പോയി അത് കൂൾ എയറിൻ്റെ അടുത്ത് ചെന്നു അതിനിങ്ങനെ കൊടുത്തു പോകുന്നതാണ്. അപ്പം അവിടെ ഒരു മൂവിങ് നടക്കുന്നുണ്ട്. മറ്റേതോ ബൈ കോണ്ടാക്റ്റ്. അഡ്വെക്ഷൻ എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഹൊറിസോണ്ടലി ത്രൂ വിൻഡിലൂടെ ഹൊറിസോണ്ടലി ട്രാൻസ്ഫർ ആകുന്നതാണ് അഡ്വെക്ഷൻ.
Then what is radiation? Emission of energy in the form of long waves after the earth surface heated up. ഇൻസുലേഷനോട് വരുന്ന ഹീറ്റ് എർത്തിൻ്റെ സർഫസിനെ ഹീറ്റാക്കുകയും സർഫസിൽ നിന്നും അത് ലോങ് വേവ്സ് ആയിട്ട് അത് എനർജി പോവുകയും എമിഷൻ ചെയ്യുകയും ചെയ്യുന്നതാണ് റേഡിയേഷൻ. ഓക്കെ, അപ്പോൾ കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, റേഡിയേഷൻ. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ. ദെൻ counter reformation. Explain counter reformation. Following the reformation in the Catholic Church initiated efforts to reform itself. Reformation ഉണ്ടായപ്പോൾ കാത്തലിക് ചർച്ച് അവരെ തന്നെ റീഫോം ചെയ്യാൻ തീരുമാനിച്ചു. ദിറ്റ് മൂവ്മെൻറ്റ് നോൺ ആസ് കൗണ്ടർ റെഫർമേഷൻ. ഈ മൂവ്മെൻറ്റിന് പറയുന്ന പേരാണ് കൗണ്ടർ റെഫർമേഷൻ. ഇഗ്നേഷ്യസ് ലയോളയാണ്. അദ്ദേഹം ആരായിരുന്നു? എ സ്പാനിഷ് പ്രീസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിനാണ് ഇതിൻ്റെ പ്രോമിനൻറ്റ് റോള് അദ്ദേഹമാണ് വഹിച്ചത്. Counter Reformation succeeded in eliminating a number of wrong tendencies in the Catholic Church. കാത്തലിക് ചർച്ചിൽ കുറേ റോങ് ടെൻഡൻസീസ് ഉണ്ടായിരുന്നു. ആ ടെൻഡൻസീസിനെ എല്ലാം എലിമിനേറ്റ് ചെയ്യാൻ ഏത് സഹായിച്ചു? കൗണ്ടർ റെഫർമേഷൻ സഹായിച്ചു. കൗണ്ടർ റെഫർമേഷൻ ഈസ് ഓൾസോ നോൺ ആസ് കാത്തലിക് റെഫർമേഷൻ. കൗണ്ടർ റെഫർമേഷനെ കാത്തലിക് റെഫർമേഷൻ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ കൗണ്ടർ റെഫർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റെഫർമേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, കൗണ്ടർ റെഫർമേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. റെഫർമേഷൻ നിങ്ങൾ ആരെ പഠിക്കണം? നമ്മുടെ മാർട്ടിൻ ലൂതറിനെ പഠിക്കുക. അദ്ദേഹം എന്തുകൊണ്ടാണ് കാത്തലിക് ചർച്ചിനെ എതിർത്ത് പ്രൊട്ടസ്റ്റ് ചെയ്ത് അദ്ദേഹം പുറത്തു പോയെന്നുള്ള കാര്യങ്ങൾ പഠിക്കുക. കൗണ്ടർ റെഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റെഫർമേഷൻ ഉണ്ടായപ്പോൾ കാത്തലിക് ചർച്ചിൻ്റെ ഇൻസൈഡിൽ തന്നെ അവർ ചില മാറ്റങ്ങൾ വരുത്തി. ഓക്കെ, ചില റെഫർമേഷൻസ് അവർ കൊണ്ടുവന്നു, സ്വന്തമായിട്ട് കൊണ്ടുവന്നു. അതാണ് കൗണ്ടർ റെഫർമേഷൻ. ഓക്കെ, അതിനെ എന്ത് പേരിലും അറിയപ്പെടുന്നു? കാത്തലിക് റെഫർമേഷൻ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു ചിൽഡ്രൻ. ആൻസർ പറഞ്ഞിരിക്കുകയാണ്. ഞാനിത് നിങ്ങൾക്കിതിൻ്റെ PDF നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ അത് ഒന്നുകൂടി നിങ്ങളത് കാണുക. ഓക്കെ, അപ്പോൾ ഓക്കെ ചിൽഡ്രൻ, നന്നായിട്ട് പഠിക്കുക, റിവിഷൻ ചെയ്യുക. ടീച്ചറിൻ്റെ അടുത്ത വീഡിയോയിൽ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. May God bless you all.